ഇത് പാലക്കാട് ജില്ലയിലെ കരിങ്കല്ലത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഥാറ് വാങ്ങിയതിന്റെ 3-ാമത്തെ ദിവസം കത്തിയതാണെന്നാ പറഞ്ഞത്. ഏതായാലും ഈ ഥാറിന്റെ ഉടമയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ നഷ്ടപരിഹാരം കിട്ടട്ടെ. അയാളുടെ കാരണം കൊണ്ടായിരിക്കില്ലല്ലോ ഇത് കത്തിയിട്ടുണ്ടാവുക. എന്തായാലും ഈ ഥാറ് കത്താനുള്ള ഒരു കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഈ കമന്റ് ബോക്സ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് നോക്കാം. വണ്ടി ഇറക്കിയ ഉടനെ സ്റ്റാറ്റസ് ഇട്ടില്ലേ, അതന്നെ കാരണം. വണ്ടി ഇറക്കിയ ഉടനെ തന്നെ ഇയാള് സ്റ്റാറ്റസ് ഇട്ടുണ്ടാവും വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ. ഇതിപ്പോ ബാക്കിയുള്ളവർക്ക് സഹിക്കോ? ഈ ലക്ഷക്കണക്കിന് റുപ്യന്റെ ഒരു ഥാറ് വാങ്ങി അപ്പൊ തന്നെ സ്റ്റാറ്റസ് ഇടുക, ഫോർ രജിസ്റ്റേർഡ് വണ്ടി, അതൊന്നും നടക്കൂല. അപ്പൊ ചിലപ്പോൾ നല്ലൊരു കണ്ണേറ് കിട്ടാൻ സാധ്യത ഉണ്ട്. MVD വന്നൊരു ഡയലോഗ് ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട് ആണെന്ന്. ഷോർട്ട് സർക്യൂട്ട് ആണെന്ന്. ആഹാ, വെള്ളത്തിലൂടെ ഓടിക്കേണ്ട വണ്ടിയാണ് അത്ര 2026 ഥാറ്. 2026 ഥാറേ വെള്ളത്തിൽ കൂടെ ഓടിക്കേണ്ട വണ്ടിയാണെന്ന്. കണ്ടില്ലേ, തീ അണയ്ക്കാൻ വേണ്ടി വെള്ളമല്ലേ അടിക്കണേ. ഇതിപ്പോ വെള്ളത്തിൽ കൂടെ ഓടിയതാണെങ്കിൽ ഈ പ്രശ്നം വരില്ലല്ലോ, തീ കത്തൂലല്ലോ. വെള്ളം ഉണ്ടെങ്കിൽ തീ കത്താനുള്ള സാധ്യത കുറവാണ്. അത് ശരി. അപ്പൊ 2026 ഥാറ് നീ വെള്ളത്തിലൂടെ ഓടിക്കണം കേട്ടോ. നല്ല കാഠിന്യമുള്ള കണ്ണേറാണല്ലോ മോനെ. ആഹാ, നല്ല കണ്ണേറുകാരൻ തന്നെയാണല്ലോ. LDF വരും, എല്ലാം ശരിയാവും. അതെന്തിനാടാ നീ ഇവിടെ പറഞ്ഞേ? കുറെ ആൾക്കാർ ഇത് ആക്സസറീസ് കയറ്റിയതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊരു കാരണമായിരിക്കാം. അത് നമുക്ക് ഒന്ന് വിശദമായി അന്വേഷിക്കാം. എന്തായാലും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഫയർഫോഴ്സ് ഇത്തവണ നേരത്തെ എത്തി. ആഹാ, ജീപ്പ് അല്ല ഥാറ് മുഴുവൻ കത്തുന്നതിന് മുന്നേ തന്നെ ആളെത്തി തീ എടുത്തിട്ടുണ്ട്. അതൊരു അപ്രീസിയേഷൻ കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. എഥനോൾ പ്രണാമം. അപ്പൊ വണ്ടി ഡീസലാണെങ്കിലോ അതിൽ എഥനോൾ വരുമോ? അത് വരില്ലല്ലോ. വെള്ള പെയിന്റ് അല്ലല്ലോ, അതൊരു പോയിന്റ് ആണ് കേട്ടോ. വെള്ള പെയിന്റ് അടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നം വരില്ല. നമ്മളെ ബസ്സിനൊക്കെ വെള്ള പെയിന്റ് അടിച്ചല്ലോ, ബസ് കത്തണില്ലല്ലോ. അതേപോലെ ഇതിന് വെള്ള പെയിന്റ് അടിക്കണം, അതൊരു പോയിന്റ് ആണ് കേട്ടോ. പെട്രോൾ ഗുണമേന്മയില്ല. എടാ, ഡീസൽ വണ്ടി ആണെങ്കിൽ എന്ത് പറയാൻ പറ്റില്ലല്ലോ. പെട്രോൾ വണ്ടിക്കല്ല പെട്രോൾ അടിക്കാൻ പറ്റുള്ളൂ. ഡീസൽ വണ്ടി ആണെങ്കിലോ എന്റെ കളർ ഇനി മുതൽ മഞ്ഞയാക്കണം. മഞ്ഞാക്കിയിട്ട് എന്താ കാര്യം? മഞ്ഞാക്കി കത്താണ്ടിരിക്കൂ. ടോട്ടൽ ലോസ് വണ്ടി നാളെ ആർക്കെങ്കിലും കിട്ടും, അത് സത്യമാട്ടോ, പാവാണ്. വെള്ളം ഒഴിക്കാൻ പാടില്ല, ഫ്യുവൽ ആളിക്കത്തും, ഫയർഫോഴ്സിനെ വിളിക്കുക, അല്ലെങ്കിൽ മണ്ണ് വാരി എറിയുക. അതാണ് വെള്ളം ഒഴിക്കാൻ പാടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? മണ്ണ് വാരി എറിയണം. അപ്പൊ അതിന് മണ്ണ് ഇപ്പൊ എവിടുന്ന കിട്ടുക? അതൊക്കെ വാരി എറിയാൻ മാത്രം. ഫയർ. പൊളി. ധാർ എന്ന സുമ്മാവ, ധാർ എന്ന ഫ്ലവർ അല്ലടാ, ഫയർടാ, ഫയർ. പവർ ഓഫ് അയൽവാസി, അത് തകർത്ത്. അയൽവാസിനെ കരുതണം കേട്ടോ. ഥാറൊക്കെ വാങ്ങുന്നതിൽ എന്തെങ്കിലും അയൽവാസിനെ ഒന്ന് സന്തോഷിപ്പിക്കുക. അല്ലെങ്കിൽ ഈ ഥാർ വളരെ മോശപ്പെട്ട വണ്ടിയാണെന്ന് ആദ്യം തന്നെ അയൽവാസിനെ ബോധ്യപ്പെടുത്താം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ട്. ചൈനയെ കുറ്റം പറയണ്ട. ചൈനയിൽ നല്ല സാധനങ്ങൾ കിട്ടും. ചൈനയൊക്കെ വേറെ ലെവലാണ്. മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി മാത്രമല്ല, പ്രധാനമന്ത്രി രാജിവെക്കണം. അല്ല പിന്നെ ഓല സ്കൂട്ടറിനെ തോൽപ്പിക്കാനാവില്ല ധാരണ. തന്നെ നിന്ന് കത്താൻ അവനെ കഴിഞ്ഞേ വണ്ടിയുള്ളൂ. അത് ധാറ് വിചാരിച്ചാൽ നടക്കൂല കേട്ടോ. അത് ഒരെണ്ണല്ലേ കത്തിയുള്ളൂ. നമ്മളെത്ര കത്തിച്ചതാ ഓല? പിന്നെ അല്ല ഒരു ധാറ് കത്തി. പിന്നെ ഓലയുടെ അടുത്ത് എത്താൻ പറ്റുമതൊക്കെ. റോഡിൽ തീയാകുന്ന വണ്ടി എന്ന് അഭിപ്രായം കേട്ടപ്പോൾ ഇത്ര വിചാരിച്ചില്ല. ഇതാണ് സത്യമാണ്, റോഡിൽ തീയാവുന്ന വണ്ടിയാണത്. തീ, ഫയർഡാ. ഞങ്ങൾ കത്താനുള്ള കാരണം എന്താണെന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് എല്ലാവരും